ആകാശത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഭീമാകാരമായ വിമാനങ്ങളെ നോക്കി അത്ഭുതപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. പറവകളെപ്പോലെ വായുവിൽ ചിറകടിച്ചുയരാൻ ഇവയെ സഹായിക്കുന്ന പ്രധാന ഭാഗം തന്നെയാണ് അതിന്റെ വശങ്ങളിലേക്ക് നീണ്ടുനിൽക്കുന്ന വലിയ ചിറകുകൾ. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കരുതുന്നതുപോലെ ഈ ചിറകുകൾ വെറുമൊരു ബാലൻസിംഗ് ഉപകരണം മാത്രമല്ല, മറിച്ച് വിമാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ ഇന്ധനം സംഭരിച്ചുവച്ചിരിക്കുന്നത് ഈ ചിറകുകൾക്കുള്ളിലാണ് എന്ന അറിവ് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. വിമാനത്തിനുള്ളിൽ ഇത്രയധികം സ്ഥലസൗകര്യങ്ങളുണ്ടായിട്ടും എന്തിനാണ് എഞ്ചിനീയർമാർ ഇന്ധനം നിറയ്ക്കാൻ ചിറകുകൾ തിരഞ്ഞെടുത്തത് എന്നതിന് പിന്നിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ വലിയ ചില കാരണങ്ങളുണ്ട്. കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഇത് കേവലം സ്ഥലപരിമിതിയുടെ മാത്രം പ്രശ്നമല്ല. വിമാനത്തിന്റെ സുരക്ഷിതമായ യാത്രയെയും അതിന്റെ ഘടനയെയും മുൻനിർത്തിയാണ് ഇത്തരമൊരു രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. ഇന്ധനം വിമാനത്തിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും വയ്ക്കാമായിരുന്നിട്ടും ചിറകുകൾ തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലെ പ്രധാന രഹസ്യം വിമാനത്തിന്റെ ഭാരസംതുലനം അഥവാ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൃത്യമായി നിലനിർത്തുക എന്നതാണ്. യാത്രയ്ക്കിടയിൽ ഇന്ധനം നിരന്തരം കത്തിത്തീരുന്നതിനാൽ വിമാനത്തിന്റെ ഭാരത്തിൽ എപ്പോഴും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഭാരം മുന്നിലേക്കോ പിന്നിലേക്കോ പെട്ടെന്ന് മാറിയാൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനും വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ചിറകുകളിൽ ഇന്ധനം സൂക്ഷിക്കുമ്പോൾ അത് കുറയുന്നത് വിമാനത്തിന്റെ മധ്യഭാഗത്തെ ബാലൻസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. തുടർച്ചയായ വലിയ ഭാരങ്ങൾ വിമാനത്തിന്റെ ഉൾഭാഗത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ യാത്രക്കാരെയും ചരക്കുകളെയും കയറ്റാനുള്ള സ്ഥലം പരിമിതപ്പെടും. വിമാനത്തിന്റെ പ്രധാന ശരീരഭാഗമായ ഫ്യൂസേജിൽ പരമാവധി ആളുകളെയും സാധനങ്ങളെയും ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. ചിറകുകൾക്കുള്ളിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ വിടവുകളില്ലെന്ന് തോന്നുമെങ്കിലും അതിനകത്തെ ശക്തമായ ഇരുമ്പ് കമ്പികൾക്കും പ്ലേറ്റുകൾക്കുമിടയിൽ ഇന്ധനം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ധാരാളം സ്ഥലമുണ്ട്. പ്രത്യേകമായി ടാങ്കുകൾ നിർമ്മിച്ചു വെക്കുന്നതിനു പകരം ചിറകിന്റെ ആകെ ഘടനയെ തന്നെ ഇന്ധനം ചോർന്നുപോകാത്ത രീതിയിൽ സീൽ ചെയ്തെടുക്കുന്ന വെറ്റ് വിങ് ഡിസൈനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇന്ധനം ഒരേ ഭാഗത്തേക്ക് ഒന്നിച്ച് ഒഴുകിപ്പോകാതിരിക്കാൻ ഈ ചിറകിനുള്ളിലെ ടാങ്കുകളെ പല അറകളായി തിരിച്ചിട്ടുമുണ്ട്. വിമാനം വായുവിൽ പറക്കുമ്പോൾ ചിറകുകൾ വലിയ രീതിയിലുള്ള മർദ്ദത്തിന് വിധേയമാകുന്നുണ്ട്. വായുപ്രവാഹം ചിറകുകളെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ വിമാനത്തിന്റെ മധ്യഭാഗത്തുള്ള യാത്രക്കാരുടെയും ചരക്കുകളുടെയും ഭാരം അതിനെ താഴേക്ക് വലിക്കുന്നു. ഈ ഘട്ടത്തിൽ ചിറകുകൾ കാലിയാണെങ്കിൽ അവ മുകളിലേക്ക് വളഞ്ഞു ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ചിറകുകളിൽ നിറച്ചിരിക്കുന്ന കനത്ത ഇന്ധനം ഈ വായുമർദ്ദത്തിനെതിരായി ഒരു ഭാരമായി പ്രവർത്തിക്കുകയും ചിറകുകൾ വളയുന്നത് തടഞ്ഞ് അവയെ കൂടുതൽ ശക്തമായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വളരെ ശുദ്ധീകരിച്ചതും ഗുണനിലവാരം കൂട്ടിയതുമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അഥവാ ജെറ്റ് ഇന്ധനമാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആഗോളതലത്തിൽ കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ പൊതുവായി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ജെറ്റ് A1 എന്ന ഇന്ധനമാണ്. സാധാരണ മണ്ണെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും മറ്റു മാലിന്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്താണ് ഇത് നിർമ്മിക്കുന്നത്. ഉയർന്ന ആകാശത്തെ കഠിനമായ തണുപ്പിൽ ഇന്ധനം കട്ടപിടിക്കാതിരിക്കാനും എഞ്ചിനുള്ളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനും പ്രത്യേക കെമിക്കലുകൾ ഇതിൽ ചേർക്കുന്നുണ്ട്. കരയിലോടുന്ന വാഹനങ്ങളിൽ വലിയ കരുത്തു നൽകുന്ന പെട്രോൾ എന്തുകൊണ്ട് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നില്ല എന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. പെട്രോൾ വളരെ വേഗത്തിൽ ആവിയായി മാറുന്ന ഒന്നാണ്. വിമാനങ്ങൾ പറക്കുന്ന ഉയർന്ന അന്തരീക്ഷത്തിൽ വായുവിന്റെ മർദ്ദം വളരെ കുറവായതിനാൽ പെട്രോൾ പെട്ടെന്ന് ആവിയാവുകയും ഇന്ധന പൈപ്പുകളിൽ കുമിളകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് എഞ്ചിനിലേക്കുള്ള ഇന്ധനപ്രവാഹം തടസ്സപ്പെടുത്തുകയും പാതി വഴിയിൽ എഞ്ചിൻ നിലച്ചുപോകുന്ന വേപ്പർ ലോക്ക് എന്ന അപകടകരമായ അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ മണ്ണെണ്ണയ്ക്ക് ഈ പ്രശ്നമില്ല. മറ്റൊരു പ്രധാന കാര്യം സുരക്ഷിതത്വമാണ്. പെട്രോളിനെ അപേക്ഷിച്ച് മണ്ണെണ്ണയ്ക്ക് തീപിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ താഴ്ന്നതായതുകൊണ്ട് ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ പോലും അത് പെട്ടെന്ന് കത്തിപ്പടരും. എന്നാൽ മണ്ണെണ്ണ കത്തണമെങ്കിൽ അത് ഉയർന്ന താപനിലയിലേക്ക് ചൂടാകേണ്ടതുണ്ട്. ഒരു വലിയ വിമാനത്തിൽ 10,000 ലിറ്റർ ഇന്ധനം സംഭരിക്കേണ്ടി വരുമ്പോൾ അപകടസാധ്യത കുറഞ്ഞ ഒരു ഇന്ധനം തെരഞ്ഞെടുക്കുക എന്നത് അത്യാവശ്യമാണ്. ഉയർന്ന ആകാശത്ത് താപനില -40 ഡിഗ്രിക്ക് താഴേക്ക് പോകുമ്പോൾ പോലും മരവിച്ചു പോകാത്ത രീതിയിലാണ് വിമാനത്തിലെ ഇന്ധനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എഞ്ചിനിൽ കത്തുന്നതിന് തൊട്ടുമുമ്പ് ഈ ഇന്ധനം എഞ്ചിനിലെ വലിയ ചൂട് വലിച്ചെടുക്കുന്ന ഒരു കൂളന്റായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി എഞ്ചിനിലെ ലോഹഭാഗങ്ങൾ അമിതമായി ചൂടായി ഉരുകിപ്പോകുന്നത് തടയാൻ സാധിക്കുന്നു. ചില അടിയന്തര ഘട്ടങ്ങളിൽ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ തിരിച്ചിറക്കേണ്ടി വരുമ്പോൾ വിമാനത്തിൽ നിന്നും ഇന്ധനം അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു രീതിയുണ്ട്. വിമാനങ്ങൾക്ക് പറന്നുയരാൻ പറ്റുന്ന ഭാരത്തേക്കാൾ വളരെ കുറവായിരിക്കും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള ഭാരം. വലിയ അളവിൽ ഇന്ധനവുമായി പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്നത് വിമാനത്തിന്റെ ഘടനയ്ക്ക് വലിയ കേടുപാടുകൾ വരുത്തും. അതിനാൽ ഒന്നുകിൽ ആകാശത്ത് വട്ടമിട്ട് പറന്ന് ഇന്ധനം തീർക്കുകയോ അല്ലെങ്കിൽ ചിറകുകളുടെ അറ്റത്തുള്ള പ്രത്യേക പൈപ്പുകൾ വഴി ഇന്ധനം പുറത്തേക്ക് സ്പ്രേ ചെയ്ത് കളയുകയോ ചെയ്യേണ്ടിവരുന്നു. വായുവിൽ വെച്ച് തന്നെ ഇത് പെട്ടെന്ന് നീരാവിയായി മാറുന്നതിനാൽ ഭൂമിയിൽ നേരിട്ട് പതിക്കുന്നില്ല. സാധാരണയായി ഒരു വിമാനത്തിൽ പ്രധാനമായും 3 ഇന്ധന ടാങ്കുകളാണ് ഉണ്ടാകാറുള്ളത്.
2 ചിറകുകളിലായി ഓരോന്നും വിമാനത്തിന്റെ മധ്യഭാഗത്തായി ഒരു സെന്റർ ടാങ്കും. കുറഞ്ഞ ദൂരത്തേക്കുള്ള യാത്രയ്ക്ക് ചിറകുകളിലെ ടാങ്കുകൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ദീർഘദൂര യാത്രകൾക്ക് മാത്രമാണ് മധ്യത്തിലെ ടാങ്ക് ഉപയോഗിക്കുന്നത്. വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ആദ്യം ചിറകുകളിലെ ടാങ്കുകളിലും ശേഷമാണ് സെന്റർ ടാങ്കിലേക്കും അത് പമ്പ് ചെയ്യുന്നത്. യാത്രയ്ക്ക് മുൻപ് തന്നെ ആവശ്യമായ ഇന്ധനത്തിന്റെ അളവ് എഞ്ചിനീയർമാർ കൃത്യമായി കണക്കുകൂട്ടാറുണ്ട്. വിമാനത്തിന്റെ സുരക്ഷിതത്വവും സാങ്കേതികതയും ഇത്രമാത്രം സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ലഭിച്ചുവെന്ന് കരുതുന്നു.